ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് എടുത്തിരിക്കുന്നത് നമ്മുടെ പച്ച കളർ വഴുതനങ്ങ ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. കുമ്പളങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളരിക്ക എടുക്കാം. അതുപോലെ തന്നെ ഇപ്പം വെള്ളരിക്കയും അല്ലെങ്കിൽ കുമ്പളങ്ങയും മത്തങ്ങയും മാത്രം എടുക്കാം. കുമ്പളങ്ങയും മത്തങ്ങയും മുരിങ്ങക്കായും എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുമ്പളങ്ങയുടെ കൂടെ ചേന ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്കിതിൻ്റെ കൂടെ കൂട്ടാം. ചേനയാവുമ്പോൾ നമ്മൾ വേവിച്ചിട്ട് ആദ്യം തന്നെ അത് മാത്രം വേവിച്ചിട്ട് എടുക്കാം. ഇപ്പം ഞാൻ എടുത്തത് ഈ ഒരു പച്ച കളറാണ്. എനിക്ക് ആ ഒരു നമ്മുടെ വയലറ്റ് വഴുതനങ്ങ ഉണ്ടല്ലോ, എനിക്ക് അത് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ പച്ച എടുത്തത്. ഇപ്പം നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി ഞാൻ ഇതിനകത്തേക്ക് എരിവിന് ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അറിയാമല്ലോ, കുമ്പളങ്ങയും അതുപോലെ തന്നെ വഴുതനങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് അങ്ങ് ഒരുപാട് കൂട്ടണ്ട. അതുപോലെ തന്നെ ഇത് ഒത്തിരി അങ്ങ് വെന്തുടഞ്ഞ് കുഴയാൻ പാടില്ല. ഇപ്പോൾ മുരിങ്ങക്കായും കുമ്പളങ്ങയും മാത്രമാണെങ്കിലും മതി, അല്ലെങ്കിൽ മത്തങ്ങയും മുരിങ്ങക്കയും മാത്രമാണെങ്കിലും മതി. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു കൂട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് മുരിങ്ങക്കയോ ചേനയോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് ഞാൻ ഒരെണ്ണേ ചേർത്തിട്ടുള്ളൂ, കാരണം ഇതിൽ നമ്മൾ കുരുമുളകും വറ്റൽമുളകും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ പച്ചമുളകിൻ്റെ അളവ് അങ്ങ് ഒരുപാട് കൂട്ടുന്നില്ല. അപ്പോൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. വെന്തങ്ങ് ഉടഞ്ഞ് കുഴയരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത്, നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് ഞരടി പിഴിഞ്ഞ് വെച്ചു. ആ പുളിയാണ് പുളിവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം തന്നെ ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ട, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. പുളിയുടെ അളവങ്ങ് ഒരുപാട് കൂടരുത് കേട്ടോ. അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. പുളിക്ക് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും എന്ന് കരുതി പുളിയുടെ ടേസ്റ്റ് അങ്ങ് ഒരുപാട് കൂടാൻ പാടില്ല. ഈ ഒരു ടേസ്റ്റ്, പുളിയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഈ പുളിവെള്ളത്തിൽ കിടന്നത് ബാക്കി കൂടി വെന്ത് വരട്ടെ. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് പുളിവെള്ളത്തിൻ്റെ ആ ഒരു റോ ടേസ്റ്റ്, പുളിയുടെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി തുടങ്ങുന്ന ഒരു സ്റ്റേജിൽ ഇതുപോലെ ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച്, ഒരു ചെറിയ കഷ്ണമാണ് കേട്ടോ, ഒരുപാട് വലിയ പീസല്ല ഇട്ട് കൊടുത്തിട്ട്. അപ്പോൾ പൊടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പുളിയും മധുരവും ഒന്നും ഒരുപാട് മുന്നിട്ട് നിൽക്കരുത്, അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ആ ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് ഇതൊന്നായി വരുന്ന സമയത്ത് നമുക്കൊരു പാൻ വയ്ക്കാം. എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഒരു 1/2 ടീസ്പൂണാണ് പച്ചരിയാണ് കേട്ടോ. പച്ചരി ചേർത്ത് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അരിയൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. നല്ലപോലെ ഒന്ന് റോസ്റ്റ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 വറ്റൽമുളക് കൂടി ഇതിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഒരു പിടി തേങ്ങ എടുക്കുക. ഞാൻ പീസാക്കി പൾസ് മോഡിലൊന്ന് കറക്കി എടുത്തതാണ് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. ആ വറുത്ത് വെച്ചിരിക്കുന്ന കൂട്ടും ഒരു 1/2 ടീസ്പൂൺ താഴെ കുരുമുളക്, അതുപോലെ തന്നെ ഒരു വറ്റൽമുളക്, അത്യാവശ്യം വലിപ്പമുള്ള ഒരു വറ്റൽമുളകാണ് 2ആയിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുത്തു. കുരുമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടണം. ഒരു പച്ചമുളക് ഇട്ടു, ഒരു വറ്റൽമുളക് ഇട്ടു. അപ്പോൾ കുരുമുളകിൻ്റെ അളവങ്ങ് ഒരുപാട് കൂട്ടരുത്, കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുരുമുളകൊക്കെ നമ്മൾ അളവ് ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാൽ കറിയുടെ കളറ് മാറിപ്പോവും. അതുകൊണ്ട് തന്നെ പച്ചമുളകിൻ്റെ അളവ് കൂട്ടുക. വറ്റൽമുളകും കുരുമുളകും ആവശ്യത്തിന് മാത്രം എടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ച് കൊണ്ടുവരണം. നല്ല ഫൈനായിട്ട് അരയ്ക്കുക കേട്ടോ. വെള്ളത്തിൻ്റെ അളവൊന്നും ഒരുപാട് കൂട്ടണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്താൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ കുമ്പളങ്ങയും അതുപോലെ തന്നെ വഴുതനങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നപ്പോൾ ഈ അരപ്പ് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ആ അരപ്പിൻ്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറണം. കാരണം നമ്മളിതിൽ അരിയും അതുപോലെ തന്നെ ഉലുവയും മാത്രമേ വറുത്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാത്തിൻ്റെയും നമ്മൾ ചേർത്തതിൻ്റെയൊക്കെ ആ ഒരു റോ ടേസ്റ്റ്, തേങ്ങയുടെ ആ ഒരു പച്ചരപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറണം. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ, നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ആ അരപ്പിൻ്റെ ആ ഒരു പച്ചക്കുത്തൊക്കെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ, നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈര് അല്ലെങ്കിൽ മോര് ചേർത്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് കട്ട തൈര് ചേർത്ത് കൊടുക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പൾസ് മോഡിൽ കറക്കിയെടുക്കുക, എന്നിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാടങ്ങ് തിക്കായിട്ടുള്ള തൈര് ചേർക്കണ്ട കേട്ടോ. അപ്പോൾ ഒന്നുകിൽ മോര് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ തൈര് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ച് ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ച് ഒന്ന് ലൂസാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് അരപ്പൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ
ഞാൻ കുറച്ച് തൈര് ഏകദേശം ഒരു 3/4 കപ്പോളം 250 ml കപ്പിന് ഒരു 3/4 കപ്പോളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുത്താണ്. കട്ടയൊക്കെ ഉടച്ച് ഒന്ന് പൾസ് മോഡിൽ കറക്കിയെടുത്തു. ഫ്ലെയിം നല്ല ലോയിൽ വെച്ചതിന് ശേഷം ഈ തൈര് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കുക. തിളയ്ക്കാൻ പാടില്ല, ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ തന്നെ ഓഫ് ചെയ്യുക. ചൂടായിക്കഴിഞ്ഞ് നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ പിരിയുന്ന പോലെ ആയിപ്പോൾ. അതുകൊണ്ട് ഒരിക്കലും തൈര് ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ നല്ല ചൂടാക്കി എടുക്കരുത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഒരു 1-2 സെക്കൻഡ് അത്രയും മതി. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ചിലർ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് തൈര് ചേർത്ത് കൊടുക്കുക. എനിക്ക് തൈര് അങ്ങനെ ചേർക്കുമ്പോൾ തൈരിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് തോന്നും. ചില തൈരിന് നമുക്കൊരു റോ ടേസ്റ്റ് തോന്നില്ലേ, ആ ഒരു ടേസ്റ്റ് തോന്നും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് തൈര് ചേർത്ത് കൊടുത്തിട്ട് 1-2 സെക്കൻഡ് അങ്ങനെ ഒന്ന് വെച്ചേക്കും. നിങ്ങൾക്ക് ഓഫ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഒരു കാരണവശാലും തിളയ്ക്കരുത് ഓണാക്കി വെക്കുന്നവർ. അപ്പോൾ അത് മതി. തൈര് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് അപ്പം തന്നെ ഓഫ് ചെയ്യാം. ഇനി ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് ഒരു 2 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ കറിയിലേക്ക് താളിച്ച് കൊടുക്കും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മുടെ കയ്യിലുള്ള ഏത് പച്ചക്കറി ഉണ്ടോ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ പച്ചക്കറികൾ വെച്ചിട്ട് അതിൽ ഏതെങ്കിലും 1-2 എണ്ണം മതി. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഒരു കറി മാത്രം മതി കേട്ടോ. നമ്മൾ അരിയും ഉലുവയും ഒക്കെ വറുത്ത് അരച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സ്വാദാണ് ഈ കറിക്ക്. അതുപോലെ തന്നെ പുളിയും ഉപ്പും എല്ലാം ഉണ്ട്. നമ്മൾ തൈര് ചേർക്കുന്നതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ പറഞ്ഞല്ലോ പുളിയുടെ അളവ് ഒരുപാട് കൂടരുത്. ഈ കഷ്ണങ്ങൾ നമ്മൾ പുളി ചേർത്ത് വേവിക്കുന്നേ ഉള്ളൂ. പുളിയുടെ അളവ് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ തൈരും കൂടി ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പുളി കൂടിപ്പോവും. തൈര് ചേർക്കുമ്പോൾ തന്നെ ഓവർ പുളിയുള്ള തൈര് ചേർക്കരുത്. അത്യാവശ്യം പുളിയുള്ള തൈരായിരിക്കണം, അത്രയേ ഉള്ളൂ. ആദ്യം പുളിയുടെ അളവ് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നീട് ഒരുപാട് ഒഴിക്കേണ്ട. അപ്പോൾ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി മാത്രം എടുത്താൽ മതി. ഞരടി പിഴിഞ്ഞ് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ആ കഷ്ണങ്ങൾ അതിൽ വേവിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. ഒരു 1/4 ഗ്ലാസ് വെള്ളം മതി. ആ 1/4 ഗ്ലാസ് വെള്ളം നമുക്കതിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ, അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള നമ്മുടെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കുമ്പളങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്, വഴുതനങ്ങയൊക്കെ കൊണ്ടുള്ള. അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഹൈപ്പ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുള്ളെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണുക കേട്ടോ. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ എൻ്റെ വീഡിയോസ് കാണാൻ പറ്റൂ. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി കേട്ടോ, റിപ്ലൈ തരുന്നതായിരിക്കും. എന്തെങ്കിലും പുതിയ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.